മോതിരം കിടന്ന കളി നോക്കി ആളെ ഇത് കൊടുക്കാൻ പറ്റൂല അളിയാ. അത് തരാൻ പറ്റൂല. അത് ഒരാളെ ഓർമ്മയ്ക്കാണ്ട് ചെയ്യണേ. അതൊക്കെ തരാൻ പറ്റൂല. ഇപ്പൊ തരാണ് നോക്കിട്ട് അളിയാ. അത് ഒരു ആള് തരാൻ പറ്റിയൊന്നുമില്ല. അല്ലാതെ നീ കൊണ്ടുപോയിട്ട് തരൂല്ലെന്നല്ല, അതുകൊണ്ടല്ല തരാത്ത. ഇത് എന്റെ അനിയത്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചാണ് അളിയാ. അതിന് നീ ഒറ്റ മോനല്ലേടാ, പിന്നെ നിനക്ക് അത് അനിയത്തിടാ. എന്റെ കൊച്ചിന്റെ മോള് തന്ന, ഇതെന്റെ മാമന്റെ മോള് തന്ന. ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചത്. തരാൻ പറ്റില്ലെങ്കിൽ അത് തരാൻ പറ്റാത്തോണ്ടൊന്നും അല്ല, ഇപ്പൊ വാങ്ങിച്ചല്ലേ ഉള്ളൂ. കിടക്കിട്ട് കുറച്ചു നേരം എന്റെ കയ്യില് ജാക്കറ്റ് സ്റ്റോറിന് വാങ്ങിച്ചാണ്. പ്രീമിയം ക്വാളിറ്റിയാണ്, നല്ല ഓഫർ അവിടെ ഉണ്ട്. പിന്നെ ജാക്കറ്റ് സ്റ്റോറിന്റെ അവരാ പേജിൽ കയറി നീ ഫോളോ ചെയ്തിട്ട് അവരാ സാധനങ്ങൾ ഓർഡർ ചെയ്താൽ മതി, അവര് വീട്ടിൽ കൊണ്ടെത്തിപ്പിക്കും. ശരി മോതിരം വേണ്ട, ബ്രേസ്ലെറ്റിംഗ് എന്താണ് ഇട്ട് നോക്കിട്ട് തരാടേ. അതായത് തരാം ഊരിയാട് എങ്ങനെ വഴിക്കുക നാളെ പ്രതീക്ഷിച്ച കൊച്ചി കഴിയേറി വീണ്ടും വാങ്ങിച്ചുകൊണ്ടുപോയി. ഇനി ഇതെന്നാ കിട്ടണ കഴിയേറി. അളിയ ഇത് കൊള്ളാല്ല അളിയ, നീ അതിന്റെ പ്രൊഫൈൽ എനിക്കൊന്ന് ഷെയർ ചെയ്താ ഞാനും കൂടെ ഒന്ന് വാങ്ങിട്ട്. എനിക്ക് വാങ്ങിച്ചൊന്നും ശീലമില്ലല്ലോ അളിയാ. അതെന്തിനു ഡോക്കണ? പക്ഷെ അങ്ങനെ പറഞ്ഞൊന്നും അല്ല അളിയ, ഞാൻ ചുമ്മാ പറഞ്ഞ. അത് എന്റെ മാല, ഇടിവെള്ള, 2 മോതിരം. അത് എവിടെ വലിച്ചു? അത് വീട്ടിൽ കാണും. ഇത് കാണോ? പിന്നെ വീട്ടിൽ വിജീഷിന്റെ കൈ കിടക്കണ ഇടിവെള്ള ആരാ? നിന്റെ ആയിരുന്നു. അന്ന് വന്നപ്പോ എടുത്തോണ്ട് പോയി. വാങ്ങിച്ചേരണേ അളിയാ, നാളെ എനിക്ക് ആവശ്യം, കല്യാണം ഉണ്ട് കേട്ടോ. ഇപ്പൊ തരാമേ അളിയാ. ഇവിടെ കിടക്കിട്ട് കുറച്ച് പേര് തരാടേ. നീ എന്തായാലും വാങ്ങിക്കാൻ പോയില്ലേ, ഇല്ലേ ഇത് എനിക്ക് കിട്ടൂല അളിയാ. ഇതാരെങ്കിലും കയ്യിലിരിക്കേണ്ടി വരും. നമുക്കൊന്ന് റേഷൻ കട വരെ പോയിട്ട് തരാം. നീ ആദ്യം എനിക്ക് ആ പ്രൊഫൈൽ ചേച്ചി നോക്കണം. അത് ചാച്ചി പറഞ്ഞ അവര് കളഞ്ഞിട്ട് ഇങ്ങോട്ട് അതൊക്കെ വാങ്ങിക്കും. വാ വാ വാ. വണ്ടി